വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് എന്ന ആക്ഷേപം NDA ഇതര കക്ഷികൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇതിനെതിരെ പോരാട്ടം നടത്തുന്ന മുസ്ലിം ലീഗിനെതിരെ തളിപ്പറമ്പിൽ നിന്നും ഒരു ആരോപണം ഉയരുന്നത്. വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റി ശ്രമിക്കുന്നു എന്ന ആക്ഷേപം. ഇത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കി. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഈ വിഷയം വീണ്ടും ഉയർത്തി മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ലീഗിനെതിരെ ആഞ്ഞടിച്ചു. വഖഫ് വിഷയം ഒരു ഭാഗത്ത് ചർച്ചയാകുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഈ വിഷയത്തിൽ ഒരു തരത്തിലും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കില്ല എന്ന് അതിൻ്റെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ നിസ്സാരമായി കാണാൻ INLന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ തയ്യാറല്ല. ഇതിനെതിരായ പോരാട്ടം തുടരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ് ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാസിം ഇരിക്കൂർ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സുപ്രീം കോടതിയിലടക്കം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം വരെ നടത്തിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത്തരമൊരു പാർട്ടിക്കെതിരെ വഖഫ് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ആധികാരികമായ കാര്യങ്ങൾ വേണം. എന്താണ് ഇതിൽ നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ? മനോജ് സൂചിപ്പിച്ച ഈ തളിപ്പറമ്പിലെ വഖഫ് സ്വത്തിൻ്റെ പ്രശ്നം അതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉയർന്നു വന്നതാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമാണ് മുനമ്പം വഖഫ് വിഷയം. അത് ഫാറൂഖ് കോളേജിന് 1950കളിൽ ഒരു സിദ്ദീഖ് സേട്ടു എന്ന് പറയുന്ന മനുഷ്യന് 405 ഏക്കർ ഭൂമി വഖഫ് ചെയ്തതാണ്. അത് ആണ് ഇപ്പോൾ അവസാനം മുനമ്പം വഖഫ് തർക്കമായിട്ട് മാറിയിരിക്കുന്നത്. ഈ കേസിലും മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. 1988-90 കാലഘട്ടത്തിലാണ് വഖഫ് ചെയ്യപ്പെട്ട ആ സ്ഥലം വിറ്റഴിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മുടെ നിയമം അനുസരിച്ച് തന്നെ ഒരു വഖഫ് സ്വത്തും ഒരിക്കലും തന്നെ വിൽക്കാൻ പാടില്ല. വിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പകരം ഒരു സ്വത്ത് വാങ്ങുകയോ ചെയ്യണമെങ്കിൽ അത് വഖഫ് ബോർഡിൻ്റെ അനുമതിയോടെ ആയിരിക്കണം. അതായത് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന, ഒരിക്കൽ വഖഫായി കഴിഞ്ഞെങ്കിൽ അത് എക്കാലം തന്നെ വഖഫാവും. ആർക്കും അനന്തരം എടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, മറ്റ് ദൈവത്തിൽ അർപ്പിക്കുകയാണ്. സതുദ്ദേശത്തോടുകൂടി നല്ല ലക്ഷ്യങ്ങളോടുകൂടി, ഏതെങ്കിലും മോശമായ ലക്ഷ്യത്തോടുകൂടി ദൈവത്തിൽ അർപ്പിക്കാൻ പറ്റില്ല. അതാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാറൂഖ് കോളേജ് 1950കളുടെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സാമ്പത്തികമായി വല്ല പ്രയാസം ഉണ്ടായിരുന്നു. അതിൻ്റെ അഫിലിയേഷൻ കിട്ടണമെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി അന്ന് 1 ലക്ഷം രൂപയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലാണ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാവും പിന്നീട് സ്പീക്കറായിരുന്ന സിരി സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുൻകൈ എടുത്ത് അതിന് ഫണ്ട് ശേഖരിക്കുന്ന സമയത്താണ് ഈ കൊച്ചിയിലെ സിദ്ദീഖ് സേട്ടു എന്ന് പറഞ്ഞ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപ വില വരുന്ന 404 ഏക്കർ ഭൂമി ഫാറൂഖ് കോളേജിന് ഇത് വഖഫ് ചെയ്യുന്നത്. ആ വഖഫ് ഡീഡ് വളരെ വ്യക്തമാണ്. പരമകാരുണ്യകരും കരുണാനിധിയുമായ ഇലാഹിൻ്റെ നാമത്തിൽ ഞാൻ വഖഫ് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിസ്സംശയം അത് ഒരു വഖഫ് സ്വത്താണ്. അതിൻ്റെ ത്രോൺ അങ്ങോട്ടും പറയുന്നുണ്ട്, ഇത് വഖഫ് സ്വത്ത് ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിങ്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി, ദൈവമോക്ഷം കാണിച്ചുകൊണ്ട് എന്നൊക്കെ. ഒരു സ്ഥലത്ത് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ കോളേജ് അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ എൻ്റെ അനന്തരവാസികൾക്ക് ഇത് പോകുന്നതാണ് എന്നും പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇത് കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വത്ത് 1960 കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ 80 ആകുമ്പോഴേക്കും തന്നെ എന്താണ് പറയുന്നത്, ഒരു വിറ്റഴിക്കൽ പരിപാടി അവിടെ നടന്നു. അതിൽ ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റാണ് അതിന് മുൻകൈ എടുത്തത്.
ഒരു മെത്രാൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാൻ പറ്റി. അദ്ദേഹം പറയുന്നുണ്ട്, ഹസൻ സാഹിബ് എന്നാണ് പറയുന്നത്, അന്നത്തെ അതിൻ്റെ ചെയർമാനാണ്, അദ്ദേഹം തന്നെ ചുരുങ്ങിയത് 200 പേരുടെ ആധാരത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന്. പക്ഷെ വെറും അദ്ദേഹം വിചാരിച്ചാൽ മാത്രം ഇത് നടക്കില്ല. ആ സമയത്തൊക്കെ തന്നെ മുസ്ലിം ലീഗ് പലപ്പോഴും തന്നെ വഖഫ് ബോർഡിൻ്റെ തലപ്പത്ത് വന്നിരുന്നു. അതിലെ നേതാക്കളും ഫാറൂഖ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കൂട്ടുകച്ചവടമാണ് നടന്നത്. പക്ഷേ VS അച്യുതാനന്ദൻ്റെ ഭരണകാലഘട്ടത്തിലാണ് വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു അന്വേഷണം ഇവിടെ നമ്മുടെ കണ്ണൂർ ജില്ലക്കാരനായ നിസാർ കമ്മീഷൻ വെക്കുന്നത്. ജസ്റ്റിസ് നിസാർ, അദ്ദേഹം ജില്ലാ കോടതി ജഡ്ജായിരുന്നു. നിസാർ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് 2009 സമർപ്പിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് വന്നത്. അതിലൊരു വിവരം ഇത് തന്നെയായിരുന്നു, ഈ മുനമ്പത്ത് ഭൂമി അന്യാധീനപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ അത് വഖഫ് സ്വത്തായി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല കുറേ സ്വത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നതാകുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് സംഭവിക്കുന്ന 2019 മുസ്ലിം ലീഗിൻ്റെ നേതാവായ പാണക്കാട്ട് കുടുംബാംഗമായ റഷീദ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോഴാണ് ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അവിടുത്തെ കുറച്ച് ഭൂമി വാങ്ങിയവർ, കുടിയേറ്റക്കാരെന്ന് പറയും, ഭൂമി വാങ്ങിയവർ അവിടെ നികുതി അടക്കാൻ വേണ്ടി പോയ സമയത്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ് LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവർ ഈ നികുതി അടക്കാൻ വേണ്ടി മന്ത്രിസഭാ തലത്തിലുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. അപ്പോഴും മുസ്ലിം ലീഗുകാർ രംഗത്ത് വന്നു, ഇത് വഖഫ് സ്വത്താണ്, വഖഫ് സ്വത്തിന് ഒരിക്കലും തന്നെ അനധികൃത കുടിയേറ്റക്കാർക്ക് നികുതി അടക്കാൻ പറ്റില്ല. അവസാനം കോടതിയിൽ പോയി, കോടതി തടഞ്ഞു. അതും ഡിവിഷൻ ബെഞ്ചാണ് തടഞ്ഞത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരാണ് തടഞ്ഞത്. ഇത് വഖഫ് സ്വത്ത് ഒരിക്കലും തന്നെ കൈമാറാൻ പറ്റില്ല. അതുമാത്രമല്ല, നിങ്ങൾ നികുതി അടക്കുന്ന സമയത്ത് അതിൻ്റെ വിവക്ഷ അത് തെറ്റിദ്ധരിക്കപ്പെടും, ഇത് ഇവരുടെ കയ്യിലാണ് സ്ഥലമുള്ളത് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അന്ന് KPM മജീദ് 12/12/2022 അസംബ്ലിയിൽ വെച്ച് നടത്തുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇതിലിടപെട്ടുമുണ്ട്. കാരണം വഖഫ് ഭൂമി അനധികൃത കയ്യേറ്റക്കാർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഇടതുപക്ഷ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞു. കയ്യേറ്റക്കാർ എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്ന സംഭവം, അതും അനധികൃത കയ്യേറ്റക്കാർ എന്നൊക്കെ. ആ സമയത്ത് ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടോട് കൂടിയിട്ട് ഗവൺമെൻറ് ആ നീക്കത്തിൽ നിന്ന് മാറി. അവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോഴാണ് ഇവർ ഈ മുനമ്പത്ത് അവിടെ തീരപ്രദേശങ്ങളിൽ സമരം തുടങ്ങിയിരിക്കുന്നത്. ആ സമരം തുടങ്ങേണ്ട താമസം ഒരു 5-6 മാസം മുമ്പ് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗുകാർ അവരുടെ പോയിട്ട് അവരെ ആശീർവദിച്ചു. അവർ സമരപ്പന്തലിൽ പോയിട്ട് നിങ്ങൾക്ക് ഭൂമി നിങ്ങളതാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തുണ്ടാവും, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വാരാപ്പുഴ ബിഷപ്പ്, അതുപോലെ തന്നെ എറണാകുളം, അങ്ങനെ 4-5 മെത്രാന്മാരെ പോയിട്ട് കണ്ടിട്ടു, അവർക്കും പിന്തുണ പ്രഖ്യാപിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇത് ഈ ഗവൺമെൻറ് വിചാരിച്ച പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പരസ്യമായിട്ട് പറഞ്ഞത്. 10 മിനിറ്റ് മതി. VD സതീശനും അന്ന് യഥാർത്ഥത്തിൽ ഇവർ നികുതി അടക്കുന്നതിന് എതിരായിരുന്നു, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ഗവൺമെൻറ് വിചാരിച്ച 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാവുന്നുള്ളൂ. രാഷ്ട്രീയക്കാർ 100% സത്യസന്ധരാവില്ല, പക്ഷെ 100% കാപട്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുന്ന തെളിവാണ് മുനമ്പം വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും എടുത്ത നിലപാട്. എത്രത്തോളം വെച്ചാൽ അവസാനം ഇവർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അപ്പീൽ പോയ സുപ്രീം കോടതിയിൽ ഈ വഖഫ് നിയമത്തിനെതിരെ കേസ് കൊടുത്ത സമയത്ത് അതിലൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ മുനമ്പത്തെ കയ്യേറ്റക്കാർക്ക് അല്ല കുടിയേറ്റക്കാർക്ക് നികുതി അടക്കാനുള്ള എല്ലാ സൗകര്യവും കൊടുക്കണം, അവരൊന്നും പുറത്താക്കാൻ പാടില്ല. എന്താ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഇവർ ഈ കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്, ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുണ്ടായിരുന്നത്. അവരുമായി യോജിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ലാഭമുണ്ടാവുമെന്ന് ഇവർ കരുതി. അതുമാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിനെ ഒന്ന് കൊടുക്കാമെന്നും ഇവർ തെറ്റിദ്ധരിച്ചു. ഗവൺമെൻറ് ആ നിലക്കൊക്കെ തന്നെ വളരെ എന്താണ് പറയേണ്ടത്, പ്രായോഗിക ബുദ്ധിയോടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. കാരണം ഇത് വഖഫ് ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെൻറ് തീരുമാനമെടുക്കൽ അവസാന ഘട്ടത്തിലാണ്. പിന്നീട് ഇത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഇതുവരെ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. ഇത്തരം ഒരു അവസ്ഥയാണ് ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ, അവിടെ മുനമ്പം വഖഫിൻ്റെ കാര്യത്തിലുള്ളത്. പക്ഷേ ഇവിടെ മാത്രമല്ല, പല ഘട്ടങ്ങളിലായി വഖഫ് ബോർഡിൻ്റെ സാരഥ്യം ഏറ്റെടുത്ത മുസ്ലിം ലീഗ് പല സ്ഥലത്തും വഖഫ് ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്. കോഴിക്കോടുണ്ട്, നിരവധി പരാതിയുണ്ട്.
അതുപോലെ തന്നെ കുറേ മതസ്ഥാപനങ്ങളുടെ ഇത് എടുത്തിട്ടുണ്ട്. അന്നും തന്നെ ജസ്റ്റിസ് നിസാർ തളിപ്പറമ്പിലെ കാര്യം എടുത്തു പറഞ്ഞിരുന്നു. തളിപ്പറമ്പിൽ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 4 ഇല്ലങ്ങളാണ് സ്ഥലമാണ് തളിപ്പറമ്പ് ടൗണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവിടുത്തെ മുസ്ലിം സമൂഹത്തിനൊക്കെ 100-200 വർഷത്തെ പഴക്കമുണ്ടാകാൻ സാധ്യതയുള്ളൂ. മൂത്തേടത്തില്ലം, അതുപോലെ തന്നെ കുർമാത്തൂരില്ലം, നെരിക്കോടില്ലം, മാത്തോട്ടമില്ലം, ഈ 4 ഇല്ലങ്ങളാണ് യഥാർത്ഥത്തിൽ തളിപ്പറമ്പിൻ്റെ ജന്മിമാർ. അത് ഏത് നിലക്കാണ് അറിയില്ല, അത് മുസ്ലിം ജമാഅത്തിൻ്റെ കയ്യിലേക്ക് വന്നു. അത് ഒരു നിഷ്പക്ഷമായ അവരുടെ സമീപനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ വാക്കാൽ പാട്ടത്തിന് കൊടുത്തതായിരിക്കാം, രേഖകളൊന്നുമില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഞാൻ മനസ്സിലാക്കിയത് വല്ല രേഖവും ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി നെരിക്കോട് ഇറ്റിലശ്ശേരി ഇല്ലക്കാർ ശ്രമം ആരംഭിച്ചിരിക്കുക. ഈ പറയുന്ന ഈ പ്രദേശത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നെരിക്കോട് ഇറ്റിലശ്ശേരിയാണ്. മൂത്തേടത്തിൻ ഇല്ലം വകയും കുറേ സ്ഥലങ്ങളുണ്ട്, കുർമാത്തൂർ ഇല്ലത്തിൻ്റെ വകയുള്ള സ്ഥലങ്ങളുണ്ട്. സംഭവം ഈ 4 ഇല്ലക്കാർ രംഗത്ത് വരികയാണെങ്കിൽ വിഷയം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാൻ പോവുകയാണ്. അത് സർ സെയ്ദ് കോളേജിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്ക് കൂടുതൽ സംസാരിക്കാം വിഷയം. ഈ മുനമ്പം കത്തി നിൽക്കുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് തളിപ്പറമ്പിലെ ഈ വിഷയം വരുന്നത്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഒരു 4 ഇല്ലങ്ങളുടെ സ്ഥലം അത് മുസ്ലിം ജമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ പേരിലേക്കൊക്കെ വരുന്നു. അത് അവർ ഒരു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാട്ടത്തിന് നൽകുന്നു. ആ പാട്ടഭൂമിയാണ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അടങ്ങിയ സൊസൈറ്റി നൽകുന്നത്. ഇങ്ങനെ ഒരു സൊസൈറ്റി ലീഗിന്റെ നേതാക്കൾ തന്നെ ഇത്തരം ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഇല്ലക്കാരുടെ ആവശ്യം ഒന്നുകൂടി ബലപ്പെടുകയല്ലേ ചെയ്യുന്നത്? സർ സെയ്ദ് കോളേജിൻ്റെ തുടക്കം ഈ പറയുന്ന ഫാറൂഖ് കോളേജിൻ്റെ ആ ഉത്ഭവത്തിന് ശേഷമാണ്. അതായത് 1950കളുടെ തുടക്കത്തിൽ 48-49 50കളുടെ തുടക്കത്തിലാണ് ഫാറൂഖ് കോളേജ് വരുന്നത്. പിന്നീട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് തലശ്ശേരിയിൽ വെച്ച് കാനന്നൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത 2-3 പേരുടെ പേര് നമ്മൾ സ്മരിക്കേണ്ടത്. ഒന്ന്, പിന്നീട് സുപ്രീം കോടതി ജഡ്ജായ ജസ്റ്റിസ് വി കാലി സാഹിബാണ്, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. പിന്നെ ഒന്ന് CKP ചെറിയ മുഖൈ സാഹിബാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. അതുപോലെ തന്നെ ഇവിടെ VP മഹ്മൂദ് ഹാജി, അതുപോലെ പിന്നീട് വന്ന AK കാദറൂട്ടി സാഹിബ്, RSPയുടെ നേതാവായിരുന്ന എൻ്റെ പിന്നീടാണ് വരുന്നത്, എൻ്റെ നാട്ടുകാരൻ കൂടിയായിരുന്ന കായ്മാക്ക K അബ്ദുൽ ഖാദർ. ഇവരൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നത്. മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന്, കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് ഫാറൂഖ് കോളേജിൻ്റെ മോഡലിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കണ്ണൂർ ജില്ലയിൽ തുടങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. കണ്ണൂരിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി വളരെ പിറകിലായിരുന്നു അക്കാലഘട്ടത്തിൽ. അങ്ങനെയാണ് 64 ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. ഈ ഘട്ടത്തിൽ 67 ആകുമ്പോഴേക്കും തന്നെ CH മുഹമ്മദ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരിക, EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ. അപ്പോൾ അതിന് കുറച്ചും കൂടി ആക്കം കൂടി. കാരണം അദ്ദേഹം ഇത്തരം കാര്യത്തിൽ വളരെ ഉൽപ്പതിഷ്ണുമാണ്, പുരോഗമനവാദിയും, അതുപോലെ തന്നെ തൻ്റെ സമുദായം വിദ്യാഭ്യാസപരമായി വളരെ പിറകിലാണ് എന്നെന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പിന്നാക്കത്തിൻ്റെ കാവടിയുമായി നിങ്ങൾ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പലപ്പോഴും തന്നെ വിദ്യാർത്ഥികളായിട്ട് അത് ചോദിക്കാറുണ്ടായിരുന്നു. 67ലാണ് സർ സെയ്ദ് കോളേജ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നൊന്നും രാഷ്ട്രീയമില്ല. ജസ്റ്റിസ് ഖാലിദ് സാഹിബിന് എന്ത് രാഷ്ട്രീയം വന്ന്, അതുപോലെ തന്നെ AK കാദറൂട്ടി സാഹിബിനൊന്നും വലിയ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് വേണ്ടി. അങ്ങനെയാണ് ഇവർ അക്കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവും മുത്തവല്ലിയുമായ ആ ജുമാഅത്ത് പള്ളിയുടെ മുത്തവല്ലിയുമായ സൈനുദ്ദീൻ ഹജ്ജിയെ സമീപിക്കുന്നത്. ഖാലിദ് സാഹിബ്, ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പള്ളി കമ്മിറ്റി തന്നെ കോളേജിന് സ്ഥലം കൊടുക്കാൻ വൈമനസ്യം കാണിച്ചു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ജസ്റ്റിസ് ഖാലിദ് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി പ്രസംഗിച്ചിട്ടൊക്കെയാണ് അവരെ മനം മാറ്റിയത് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. അദ്ദേഹം തന്നെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി സംഭവം. അങ്ങനെയാണ് 25 ഏക്കർ, അത് യഥാർത്ഥത്തിൽ 21 ചില്ലറയേ ഉള്ളൂ, 25 എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യപ്രകാരം ലീസായിട്ട് കൊടുക്കുന്നത് പള്ളിയുടെ സ്ഥലം. അതും പാട്ടത്തിന് 5 രൂപ പ്രതിവർഷം പാട്ടത്തിന് വേണ്ടിയിട്ട്, ജസ്റ്റ് നോമിനലായിട്ടുള്ള സംഭവം.
പിന്നെ ഞാൻ പലപ്പോഴും തന്നെ പറയാറുണ്ട്, ആ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ പറഞ്ഞത് ഒരു സ്ഥാപനം വഖഫ് സ്വത്ത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉദാത്തമായ ദൗത്യം എന്നാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും തുടക്കം മുതൽ വഖഫ് കൊണ്ടാണ് നടന്നിരുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മൊറോക്കോയിൽ ആദ്യമായി ഉണ്ടാക്കിയ വനിതകളുടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. 19ാം നൂറ്റാണ്ടിൽ അത് എടുത്തത് അവിടുത്തെ ഒരു സ്ത്രീയായിരുന്നു സംഭവം. ഏറ്റവും ആധുനികമായി നമ്മുടെ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ തന്നെ വഖഫ, എൻഡോമെൻറ്റാണ്, ഇംഗ്ലീഷിൽ എൻഡോമെൻ്റ് എന്ന് പറയാം. അതാ ആ നിലക്ക് തന്നെ കോളേജിന് അത് കൊടുക്കുന്നതിൽ പിന്നെ എല്ലാവരും അഭിപ്രായക്കാരായി. അപ്പോഴൊരു കമ്മിറ്റി, ഒരു ഗവേണിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. ഇതിൻ്റെ കനന്നൂർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ കീഴിൽ. ആ ഗവേണിംഗ് ബോഡിയിലൊക്കെ തന്നെ അന്നത്തെ വക്കീലന്മാരും വിദ്യാഭ്യാസ വിദഗ്ധന്മാരൊക്കെ ഉണ്ടായിരുന്നു സംഭവം. ഇത് എനിക്ക് തോന്നുന്നു ഒരു 70-80 കാലഘട്ടത്തിലാണ് ഒരു മാറ്റം വരുന്നത്. ഈ ആദ്യ തലമുറ വിട പറഞ്ഞോട് കൂടിയിട്ട് രണ്ടാം തലമുറ രംഗത്തേക്ക് വന്നു. ആദ്യ തലമുറ വിട പറഞ്ഞോടുകൂടി സംഭവിച്ചത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പകരം അവിടെ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ വീക്ഷണയോ ഒരു അഡ്വക്കറ്റിനെ വെക്കുന്നതിന് പകരം മുസ്ലിം ലീഗാരെ വെക്കാൻ തുടങ്ങി. അത് ലീഗുകാരാവണം എന്ന് പറഞ്ഞു ഉള്ളൊരിത് വെച്ചിട്ട് ഒരു ലീഗ് റിക്രൂട്ട്മെൻറ്റിങ് ഇതായിട്ട് മാറി അവിടെ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആകുന്ന സമയത്ത് അതിൽ യഥാർത്ഥത്തിൽ ഒരു അഡ്വക്കറ്റ് മഹ്മൂദാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ്. കണ്ണൂർക്കാരനാണ്, 85 വയസ്സായി. പിന്നെ മുഹമ്മദ് അള്ളാങ്കുളം, അദ്ദേഹം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരുള്ള ഒരാളാണെന്ന് തോന്നുന്നത്. പിന്നീട് ബാക്കിയുള്ളവരെല്ലാം തന്നെ കല്ലായി അബ്ദുറഹ്മാനി, അതുപോലെ തന്നെ കരീം ചേലേരി, സയദുള്ള തുടങ്ങി ലീഗിൻ്റെ എല്ലാവരും അതിലുണ്ട്. അതോടുകൂടി തന്നെ സ്വാഭാവികമായ അതിനെന്താ പറയേണ്ട ഒരു അധോഗതി അതിന് വരാൻ തുടങ്ങി. അതിനിടയിൽ നിങ്ങൾ നോക്കണം, ഇതിൻ്റെ കീഴിൽ ജുമാഅത്ത് പള്ളി, തളിപ്പറമ്പ് ജുമാഅത്തിൻ്റെ പള്ളീൻ്റെ കീഴിലാണ് സി സാഹിബ് ഹൈസ്കൂള്, എല്ലാ ഹൈസ്കൂളാണ്. സർ സെയ്ദ് കോളേജിൻ്റെ കീഴിൽ പിന്നെ വേറെ സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നു. ഏറ്റവും ഒടുവിലായി കുർമാത്തൂർ ഇല്ലക്കാർ അവരുടെ UP സ്കൂളൊക്കെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അതും ഏറ്റെടുത്തു. 4-5 സ്ഥാപനമുണ്ട്, നന്നായിട്ട് വികസിച്ച് മുന്നോട്ട് വന്നു. ആദ്യഘട്ടത്തിൽ ഇതിന് ലീഗുമായിട്ടുള്ള ബന്ധം, കെ സാഹിബുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ മഹ്മൂദ് ഹാജിക്കായിട്ടുള്ള ബന്ധം മാത്രമാണ്. അബ്ദുൽ ഖാദർ മൗലവിയും പിന്നീട് ഇതായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞു, ഇപ്പം സംസ്ഥാന ലീഗുമായിട്ടുള്ള ബന്ധം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് ഇവിടെ വന്നിട്ട് പഠിച്ചിരുന്നു എന്നുള്ള 67 കാലഘട്ടത്തിൽ ആദ്യ ബാച്ചിലുണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. ഇവരെന്ത് ചെയ്തു, ഇത് ഒരു ഇതിൻ്റെ ആ വഖഫ് എന്നുള്ള അന്തസ്സത്ത ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഈ വർഷത്തിൽ 5 രൂപ എന്നുള്ള ലീസിൻ്റെ എമൗണ്ട് പോലും അടക്കാതിരിക്കാൻ തുടങ്ങി. അതിലിടക്കാണ് ചില നീക്കങ്ങൾ ആരംഭിച്ചത്. അതായത് ഇതിൻ്റെ തണ്ടപ്പേര് ഈ അസോസിയേഷൻ്റെ പേരിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അത് വളരെ എളുപ്പമാണ്. കാരണം മുസ്ലിം ജമാഅത്ത് പള്ളിൻ്റെ സാരഥികളും ഇവരെല്ലാം തന്നെ ഒരേ രാഷ്ട്രീയക്കാരാണ്, വേറെ ആരുമില്ല. ഈ ഒരു വഖഫ് ബോർഡിലെ രേഖകൾ നോക്കുകയാണെങ്കിൽ 620 ഏക്കർ ഭൂമി ഈ തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴാകെ ഉള്ളത് ഈ പറയുന്ന 25 അടക്കം 80-ന് താഴെയാണ്. ഇവിടെ വലിയൊരു ചോദ്യം വരുന്നുണ്ട്, ഈ 650 ഏക്കർ ഭൂമി എവിടെ പോയി? ഇത് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയാലാണ് എങ്ങനെയാണ് നരേന്ദ്രമോദി പറയുന്ന വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുന്നു എന്നുള്ളത് കാണുക. കുറേ ആൾ കുടുംബക്കാരുടെ പേരിൽ എഴുതി, കുറേ ആൾ വിറ്റു, കുറേ ആൾ ലീഗ് നേതാക്കന്മാർക്ക് കൊടുത്തു, ചില സ്ഥാപനങ്ങൾ അതിൻ്റെ വഴിക്ക് കൊണ്ടുപോയി. ഒരു വലിയ ഒരു കൊള്ള നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുനമ്പത്ത് ഇത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. മുനമ്പത്ത് നേരിട്ട് അവർ വിറ്റതാണ്, അതും ഫാറൂഖ് കോളേജ് നേരിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കിയതാണ്. വിൽക്കാൻ പാടില്ല എന്നുള്ളത് വേറെ വശം. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇത്ര അധികം സ്ഥലം മുഴുവനും തന്നെ നഷ്ടപ്പെടുത്തുകയും അവസാനം ഈ ജുമാഅത്ത് പള്ളിൻ്റെ അധീനതയിലുള്ള സ്ഥലം സ്വന്തമാക്കാൻ വേണ്ടി ശ്രമം നടക്കുകയും ചെയ്തു. കുറേ നാൾ ഇവർ നികുതി അടച്ചില്ല, ഇതടച്ചില്ല, ലീസ് അടച്ചില്ല. അതോടുകൂടി തന്നെ ഇവരുടെ കരാർ അനുസരിച്ച്, ലീസ് ഡോക്യുമെൻ്റ് അനുസരിച്ചിട്ട് അവർക്ക് നഷ്ടപ്പെടും, ലീസിൻ്റെ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടും. പിന്നീടാണ് ഇവർ ചെയ്തത്, ഇവർ സ്വന്തം ഈ തണ്ടപ്പേര് മാറ്റിയും കൊണ്ട് സ്വന്തം ഇതടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്, നികുതി അടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. 2024 ശേഷം പിന്നെ കഴിഞ്ഞ 4 വർഷം ഇവർ ലീസേ അടച്ചില്ല, ഇവർ സ്വന്തമായിട്ട് നികുതി അടക്കാൻ തുടങ്ങി. ആ സമയത്താണ് തളിപ്പറമ്പിലെ ജനങ്ങൾക്കിടയിൽ എന്താണ് പറയുന്നത്, പുനർവിചനം ഉണ്ടാവുന്നതും ഇത് കട്ടുമുടിക്കുകയാണ് എന്ന് പലരും പരസ്യമായി പറയുകയും, എന്നിട്ട് പോലും തന്നെ ഇവർ അവസാന നിമിഷം ഒരു ഒത്തുതീർപ്പിലെത്തും ലീഗുകാർ പരസ്പരം.
അങ്ങനെ ഒത്തുതീർപ്പിലെത്തി പുറത്തേക്ക് വന്നില്ല. പിന്നീട് ഇത് വഖഫ് ബോർഡിൻ്റെ മുന്നിലേക്ക് എത്തി. വഖഫ് ബോർഡ് കുറച്ച് കർക്കശമായ നിലപാട് സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെച്ചു, മുത്തവല്ലിനെ വെച്ചു. അവിടുത്തെ കമ്മിറ്റി പിരിച്ചു വിട്ടു. അപ്പം മുത്തവല്ലി വന്നതുകൂടിയാണ് ഈ കള്ളക്കഥ മുഴുവനും തന്നെ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒരു മുൻ രജിസ്ട്രാറാണ്, ഷംസുദ്ദീൻ, കരുവള്ളൂർ സ്വദേശിയാണെന്ന്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിഷയം മുഴുവനും പുറത്തേക്ക് വരുന്നതും. പിന്നീട് ഇപ്പം അടുത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവർ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. ആ സ്ഥലം ജുമാഅത്ത് പള്ളിൻ്റെ സ്ഥലമല്ല, ഞങ്ങൾക്ക് ഇറ്റലശ്ശേരി മറ്റേ ഇല്ലക്കാരുടെ സ്ഥലമാണ്, അതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ മേലെ അവകാശം ഉന്നയിക്കാൻ അവകാശമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സ്വത്ത് 10-50 വർഷം ഇവർ നികുതി അടച്ചത്, ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറയണമെങ്കിൽ ഇവർക്ക് വഖഫിനോടുള്ള ഇവരെ കാഴ്ചപ്പാടൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത് ദൈവത്തിൻ്റെ മാർഗത്തിലാണ്. സാധാരണ ഒരു വഖഫിൻ്റെ ഒരു സ്വത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നെ അനധികൃതമായി കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വത്താണല്ലോ അത്. അതേ സമയത്ത് അനാഥകൾക്ക് അല്ലെങ്കിൽ അഗതികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കുക എന്നൊക്കെയുള്ളത്. പക്ഷേ ഇവർക്കിതൊന്നും പ്രശ്നമില്ല. മുസ്ലിം ലീഗ് ആണെങ്കിൽ എന്ത് തെറ്റും എന്ത് നിഷേധവും നടത്താമെന്നുള്ള ഒരു സമീപനമുണ്ടായി സംഭവം. ഇതിവിടെ മാത്രമല്ല, സർ സെയ്ദ് കോളേജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് പുറത്തിൽ പള്ളിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടായി. കോടികളുടെ ഇത് വന്നു. താഹിറിനെതിരെയുള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ചൂണ്ടിക്കാട്ടിയത് മൂസക്കുട്ടിയാണ്. മൂസക്കുട്ടിനെ പിടിച്ച് പുറത്താക്കി അവസാനം CPM പോയി. അവിടെ മട്ടന്നൂരുണ്ടായി. മട്ടന്നൂർ പള്ളി പണിതു പുതുതായിട്ട് 12 കോടി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇതിനെക്കുറിച്ച് അവിടെ ജനറൽ ബോഡി ചർച്ച വന്നു. പള്ളിയിൽ വെച്ച് ചർച്ച വന്നപ്പോൾ ഈ കല്ലായി പറഞ്ഞു ഇവരൊക്കെ തന്നെ ഇസ്ലാമിന് പുറത്തുള്ളവരാണ് പള്ളീൻ്റെ അകത്തുള്ളത്. ആ നിലക്കൊരു ധിക്കാരപരമായ തോന്നിയാസം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ സംഭവം. പക്ഷേ ഇപ്പോഴൊരു മാറ്റം വന്നു. മാറ്റം വന്നത് ഒരു 9 വർഷമായില്ല തുടർച്ചയായിട്ട് ഇടത് ഗവൺമെൻറ്റൊക്കെ വരുന്നത്. അപ്പം കുറച്ചുകൂടി മനുഷ്യന്മാരൊക്കെ രംഗത്ത് വന്നുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ഒടുവിലായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ വാർത്തകൾ വരികയും കേരളം മുഴുവനും തന്നെ സർ സെയ്ദ് കോളേജ് വിഷയം വിവാദമാവുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു വിഷയത്തിൽ ഇടപെടുകയും ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി കൈവിട്ടിരിക്കുകയാണ് എന്ന്. ഇന്നലെ എനിക്ക് കിട്ടിയ വിവരം, ഇവർ കഴിഞ്ഞ 4 മാസത്തെ 12 ലക്ഷം രൂപ ലീസ് അടച്ചിരിക്കുകയാണ്. 12 ലക്ഷം രൂപ ലീസ് അടച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ളവരോട് പറയുന്നത് ഈ തണ്ടപ്പേരിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നുള്ളത്, ചർച്ച ചെയ്യാമെന്നുള്ളത്. എത്ര പേര് പക്ഷേ എന്നാൽ പോലും മുസ്ലിം ലീഗ് ചെയ്യേണ്ടത് ഇത്തരം ഒരു കള്ളത്തരം നടത്തിയ അല്ലെങ്കിൽ വഖഫിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച നേതാക്കന്മാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൂടെ? അവരെ ശിക്ഷിച്ചൂടെ? ആ നമ്മുടെ കാസർഗോഡ് MLA കമറുദ്ദീൻ്റെ കാര്യത്തിൽ വന്ന അതേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കും, മുസ്ലിം ലീഗിൻ്റെ ഒരു യുവാവായ ഒരു MLAക്കെതിരെ 120 കേസാണ്. എന്തുമാത്രം പുരോഗതിയാണ്! 120 കേസ്. എന്നിട്ട് അതിലൊരു കേസ് വഖഫ് സ്വത്തുമായിട്ട് അവിടുത്തെ ഒരു പള്ളിൻ്റെ സ്വത്ത് പിടിച്ചെടുക്കിയ കേസാണ്. ഞാനിന്ന് വരാൻ പോകുന്ന സമയത്തൊരു മാപ്പിളപ്പാട്ട് കേട്ടു. ഹരിതയുടെ പഴയ നേതാക്കന്മാരെല്ലാം കൂടി പാട്ട് പാടുകയാണ്, ഈ തമ്മാടിക്കൂട്ടത്തിൽ ഞങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഫാഷൻ ജ്വല്ലറി എന്ന് പറയുന്ന ആ ജ്വല്ലറിയിൽ ഇവരെല്ലാം പാവങ്ങൾ മുഴുവൻ നിക്ഷേപിച്ചതാണ്. എത്രയോ പ്രവാസികളുടെ കുടുംബങ്ങളാണ് നിക്ഷേപിച്ചത്. പക്ഷേ ഒന്നും തന്നെ തിരിച്ചു കിട്ടിയില്ല. നേതാക്കന്മാരെ പോയിട്ട് കണ്ടപ്പം പറഞ്ഞാൽ നിങ്ങളെ പ്രശ്നമൊക്കെ ഞങ്ങൾ പരിഹരിക്കുമെന്ന്. ഒരു ഇഞ്ച് പരിഹരിച്ചില്ല. അവസാനം ഇവിടെ ജപ്തി ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ഇതൊക്കെയോ ചെയ്യുന്നുണ്ട് തോന്നുന്നു. ഇവരൊരു ചുക്കും ചെയ്തില്ല. ഇവർ ഇവിടെ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം ആൾക്കാരാണ്, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, ശരീഅത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവർക്ക് ഇസ്ലാമൊന്നുമില്ല, ശരീഅത്തുമില്ല. ഈ സമൂഹത്തെ മുഴുവനും തന്നെ അവർ ആട്ടിത്തെളിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കേരളത്തിലെ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന വഖഫ് സമരങ്ങളുണ്ടല്ലോ, ആ സമരങ്ങളിലും ഈ കാപട്യത്തിൻ്റെ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അക്കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. മുസ്ലിം ലീഗ് ഇത്തരത്തിൽ സമുദായത്തിന് വേണ്ടി, സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ന് സുപ്രീം കോടതിയിലടക്കം അഫിഡവിറ്റും കൊടുത്തിട്ടൊക്കെയാണ് ഈ വഖഫിനെതിരായ നിയമ പോരാട്ടം അവർ നടത്തുന്നത്. അപ്പോൾ താങ്കൾ ഉന്നയിച്ച ഈ വിഷയങ്ങളൊക്കെ അതീവ ഗൗരവമുള്ളതുമാണ്. ഇതിനൊക്കെ ലീഗിൽ നിന്ന് മറുപടി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? ഒരു പ്രതീക്ഷയും വേണ്ട. ഈ നേതൃത്വത്തിൽ നിന്ന് ഒരു തരം പ്രതീക്ഷയും വേണ്ട. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഈ വഖഫ് പ്രക്ഷോഭമുണ്ടല്ലോ, ആ പ്രക്ഷോഭത്തിൽ ലീഗിൻ്റെ നീക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കോളി. അവർക്കിതിലൊരു ആത്മാർത്ഥം ഇല്ല എന്ന് മാത്രമല്ല,
അവർ അണികളെയും മാലോകരെയും കബളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ഇതിനു മുമ്പ് നമ്മൾ CA പ്രക്ഷോഭം നടത്തിയിരുന്നു പൗരത്വ വിഷയത്തിൽ. അതിൽ മുസ്ലിം ലീഗ് രംഗത്ത് വരികയും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റുള്ള സംഘടനകളും മതസംഘടനകളും സാംസ്കാരിക സംഘടനകളൊക്കെ ഒരുമിച്ചായിരുന്നു. അന്ന് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ഇടതുപക്ഷം ഒക്കെ ഒരുമിച്ചായിരുന്നു ഇതൊക്കെ നടത്തിയിരുന്നത്. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ അവർ മാറിയുന്നതാണ്. ഇത്ര വലിയ പണ്ട് ശരീഅത്ത് വിവാദമുണ്ടായപ്പോഴും ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സമരങ്ങളുണ്ടായത്, പ്രക്ഷോഭങ്ങളുണ്ടായത്, പ്രതിഷേധങ്ങളുണ്ടായത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, സമസ്തയിലൊരു പിളർപ്പുണ്ടായത് പോലും തന്നെ അന്ന് ശരീഅത്ത് വിവാദ കാലഘട്ടത്തിലുള്ള ആ പ്രക്ഷോഭത്തിൽ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ സമസ്ത നേതാക്കന്മാർ പങ്കെടുത്തതിനെ കുറിച്ചുള്ള തർക്കമായിരുന്നു. അതൊക്കെ തന്നെ എല്ലാറ്റും നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗായിരുന്നു സംഭവം. എന്തേ മുസ്ലിം ലീഗ് ഈ ഇത്തരം വിവാദമായ വഖഫ് വിഷയം മുന്നോട്ടേക്ക് വന്നിട്ട് ഇവിടുത്തെ എല്ലാ സംഘടനകളെയും തന്നെ ഒരുമിച്ച് നിർത്തിയില്ല? എന്താണ് അവർക്ക് അതിന് ധൈര്യമില്ലാത്തത്? ധൈര്യമില്ലാത്തത് BJPൻ്റെ മുമ്പിൽ നല്ല പിള്ള ചമയാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ED അവർ ഭയപ്പെടുന്നുണ്ടാവാം. കാരണം ഇവിടുന്ന് ഓരോ ഇൻ്റലിജൻസ് റിപ്പോർട്ടും തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ ഇത്തരം വിഷയം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ എംപിമാരായ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും GM ബനാത്തു വാലിയും ഒക്കെയായിരുന്നു. അത് എന്താ പറയുക, ഗ്രീഷ്മാന്ത വർഷത്തിൽ ഇടിമുഴക്കം എന്നൊക്കെ പറയും പോലെ പാർലമെൻറ്റിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിനും ഇദ്ദേഹത്തിൻ്റെ PV നരസിംഹൻ്റെ കാലഘട്ടത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ചർച്ചയായിരുന്നു. എന്തേ ഒരു ചെറിയ ശബ്ദം പോലും ഇപ്പോൾ കേൾക്കുന്നില്ല? ഇപ്പോഴും ഇവിടുന്ന് പോയ ജോൺ ബിട്ടാസോ അല്ലെങ്കിൽ ഈഡനോ ഇങ്ങനെയുള്ള അവർ മലയാളികളാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ. KC വേണുഗോപാലൻ നന്നായിട്ട് പ്രസംഗിച്ചു. എന്തേ ലീഗിൻ്റെ എംപിമാർക്ക് ശബ്ദം ഉയരുന്നില്ല? കാരണം ശബ്ദം ഉയരണ്ട എന്ന് അവർ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പോൾ അവർ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏകോപനപരമായൊരു നീക്കം നടത്തുന്നില്ല. ഇവർ ചെയ്ത ഏകോപനം എന്തെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ഒരു യോഗം ചേർന്നു കോഴിക്കോട്. അപ്പോൾ മുസ്ലിം സംഘടനകളുടെ ഏകോപന സമിതി എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു. എന്താ തീരുമാനിച്ചതെന്ന്? ഈ മുനമ്പം വിഷയത്തിൽ നമ്മൾ സമരം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. മുനമ്പം വിഷയം സമരം ചെയ്യുന്നത് ആരാ? ഈ വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കാസയും അതുപോലെ തന്നെ RSSുമാണ്. അവരുടെ കൂടിയാണ് നിന്നത്. കാസനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമം മുഴുവൻ നടത്തിയത്. ഇതേ കാസ ഇപ്പോൾ എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് അവിടെ അഫിഡാവിറ്റ് സമർപ്പിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഇതിൽ സത്യാമൂലത്തിൽ ഞങ്ങൾ കക്ഷി ചേരുന്നു എന്നുള്ളതാണ്. അതിൽ പറയുന്നുണ്ട് മുനമ്പത്തെ വിഷയത്തിൽ ഞങ്ങൾ അവിടെ കുടിയേറ്റക്കാരെ ഒരിക്കലും തന്നെ പുറത്താക്കാൻ പാടില്ല എന്നുള്ളത്. അത് പിടിച്ചും കൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്ന സംഭവം. പിന്നെ ഇവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗാണ് ഇതിനൊക്കെ ഏറ്റവും വലിയത്. ഒരു പത്രം ഇവർക്ക് വേണ്ടി എഴുതാനുണ്ട്, ഞാൻ പത്രത്തിൻ്റെ പേര് പറയുന്നില്ല, ഒരു ജനകീയ പത്രം, ഒരു പൊതുപത്രങ്ങൾ വിചാരിക്കും, പക്ഷേ അതൊന്നുമല്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ലേഖകൻ പറഞ്ഞിരിക്കുകയാണ് ഇതാ കപിൽ സിബാലാണ് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരാവുന്നത്. പക്ഷെ അന്ന് തന്നെ ഇംഗ്ലീഷ് പത്രം വളരെ ക്ലാരിഫൈ ചെയ്തു, കപിൽ സിബാൽ ഹാജരാവുന്നത് ജമിഅത്തുൽ ഉലമ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ്. അവരൊരു കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലുള്ളൊരു സംഘടന, കോൺഗ്രസിന് ആഭിമുഖ്യമുള്ളൊരു സംഘടന, അവർക്ക് വേണ്ടിയിട്ടാണ് ഹാജരാവുന്നത്. ഇവരാരും ഹാജരായിട്ടൊന്നുമില്ല. ഇവർ ആദ്യഘട്ടത്തിൽ അവിടെ കക്ഷി ചേർന്നിട്ടില്ല. പക്ഷേ ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ കാര്യം നോക്കുന്നത് മുഴുവൻ ഞങ്ങളാണെന്ന് പറയാൻ വേണ്ടി ഇവർ വെറുതെ ചന്ദ്രയിൽ വാർത്ത കൊടുത്തു ഞങ്ങൾ കക്ഷി ചേരുകയാണെന്ന്. അവർ ചേർന്നില്ല. രാജ്യത്ത് മുഴുവനും തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ യോഗം നടന്നത് പൊതുയോഗമായിട്ടാണ്. പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ ഉയർത്താൻ വേണ്ടി എല്ലാ വിഭാഗങ്ങളും അതിലുണ്ടാവും. അതിൽ മറ്റ് സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ മജ്ലിസ് പോലെയുള്ളവർ, എത്ര ആദിവാസികൾ, ദലിത്, സിഖ് നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ ഇപ്പോൾ അടുത്താണ് മിന്നാന്ന് ഡൽഹിയിൽ ഞങ്ങളെ വന്യനായ നേതാവ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാഹിബായിരുന്നു നേതൃത്വം കൊടുത്തത്. കൽക്കട്ടയിലേക്ക് ചേർന്നു, അവിടെ വിജയവാഡയിൽ ചേർന്നു. അതെല്ലാം തന്നെ വലിയ വഖഫ് നിയമ വിരുദ്ധ പ്രക്ഷോഭങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അവർ യോഗം ചേർന്ന MSS ഹാളിലാണ്. MSS ആളാകുമ്പോൾ കൊടുങ്കാറ്റൊന്നും അധികമൊന്നും ഉണ്ടാവില്ല. അവരുടെ പേര് വിളിച്ചതാക്കി 4-ാം തീയതി 4 സുന്നികൾ, 2 സമസ്തക്കാർ, ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറയുന്ന ദക്ഷിണ കേരളത്തിലെ അവിടുത്തെ സുന്നികൾ, അതുപോലെ തന്നെ സംസ്ഥാന എന്ന് പറയുന്ന വേറൊരു സുന്നി വിഭാഗമുണ്ട്, അവരെല്ലാം കൂടി അവിടെ കൊച്ചിയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടർത്തി മാറ്റാൻ വേണ്ടി, അത് പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് കളിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം, ഞാൻ അതിൻ്റെ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ. അതായത് ഇവിടെ BJPക്കെതിരെ വലിയ രോഷമൊന്നും ഉയരാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് ഒന്ന്, ഇവരൊക്കെ തന്നെ വ്യക്തി താല്പര്യങ്ങൾ ധാരാളം ഉള്ളവരാണ്. ഇവർക്ക് ബിസിനസ് ഉണ്ട്.
അതായത് ഇവരുടെ മുന്നിൽ, അമിത്ഷായുടെ മുന്നിൽ അല്ലെങ്കിൽ ഇവരുടെ മോദിയുടെ മുന്നിൽ ഒരു BJP വിരുദ്ധരാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാകുന്നതിന് ഇവർ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വന്യനായ നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ടൊക്കെ തന്നെ PV നരസിംഹറാവു BJPയോട് അനുഭാവമുള്ള മൃദുല ഹിന്ദിത്വ നിലപാട് സ്വീകരിച്ചപ്പോൾ ഗർജിച്ച മനുഷ്യന്മാരാ. ഡെസ്കിലടിക്കലും മാത്രമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാർലമെൻറ്റ് കാണാൻ പോയ സമയത്ത് അന്ന് അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ സ്വഭാവം എടുത്തു കളഞ്ഞൊരു സമയമായിരുന്നു സംഭവം. ഇദ്ദേഹവും GM ബനാത്തുവാല മാത്രമേ അന്ന് പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ഈ പെരുവിരൽ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവസാനം അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം വാഷ്റൂമിലേക്ക് പോയതായിരിക്കാം. അപ്പം സ്പീക്കർ പറഞ്ഞു അല്ല, അദ്ദേഹം ബോയ്ക്കോട്ട് ചെയ്തതായിരുന്നു. ഒരു വ്യക്തി ഞാൻ ഒറ്റക്ക് മതി, പക്ഷേ ആ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഭിത്തികളെ മുഴുവനും തന്നെ പ്രതിധ്വനിപ്പിക്കുന്ന പ്രസംഗം നടത്തിയാണ് അദ്ദേഹം പോകുന്നത്. അതുപോട്ടെ, അങ്ങനെ കഴിവുള്ളവരൊന്നും ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് നടത്തുന്ന പ്രസംഗം ഉണ്ടല്ലോ, ഈ വിഷയത്തിൻ്റെ മർമ്മം തൊട്ടറിഞ്ഞുകൊണ്ട് എന്തേ ഇവിടുത്തെ പാട്ട് പാടുകയും അതുപോലെ തന്നെ വലിയ പ്രസംഗം നടത്തിക്കൂടാ? നടത്തില്ല. ടി മുഹമ്മദ് ബഷീറിൻ്റെ ആ ലോലമായ ശബ്ദം മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. സംഭവം ഒരാൾ അവിടെ മോദിനോട് നേരിടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി പാർലമെൻറ്റിലേക്ക് പോയത്. അവസാനം 2 കൊല്ലം കഴിയുമ്പം ഡ്രസ്സ് മാറ്റി തിരിച്ചു വന്നു. കാരണം അവിടുത്തെ ഫാസിസ്റ്റൊക്കെ തീർന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നിലപാടുണ്ടല്ലോ, ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്വം, അവരുടെ സുരക്ഷിതത്വമൊക്കെ ഉറപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ഒരു പിറകോട്ടടി നടത്തുന്നുണ്ട്. അതേസമയം നമ്മുടെ ഉവൈസി മജ്ലിസിൻ്റെ നേതാവ്, അദ്ദേഹമൊക്കെ ജീവിതം മുഴുവനും തന്നെ പ്രസംഗത്തിനും പഠനത്തിനും പരീക്ഷണത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട്, രാഷ്ട്രീയ നിലപാടിനോട് നമുക്ക് പൂർണ്ണമായി യോജിപ്പൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയോടും ശൈലിയോടും നമുക്ക് പൂർണ്ണമായി യോജിപ്പില്ല. എന്നാൽ പോലും തന്നെ അദ്ദേഹം കാണിക്കുന്ന ഡൈനാമിക്സ് ഉണ്ടല്ലോ, ഒരു കരിസ്മാറ്റിക് ലീഡർ എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹം തെളിയിക്കുന്നൊരു സംഭവം. ഈ വിഷയത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൽ ആളില്ലാത്തതുകൊണ്ടാണോ? നല്ല കഴിവും പ്രാപ്തിയുള്ള കുട്ടികളുണ്ട്, അവരൊന്നും പാർലമെൻറ്റിലേക്ക് വിടില്ല. കാരണം പാർലമെൻറ്റ് സീറ്റ് കൊടുക്കുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ വേറെ ഇത് അതൊക്കെ ആ വിഷയത്തിലൊക്കെ തന്നെ സമൂഹം മാറി ചിന്തിക്കാത്ത കാലത്തോളം ഒരു ഇതുണ്ട്, കുറേ വാക്യം തന്നെ ഉണ്ട്. ഒരു സമൂഹം സ്വയം നന്നാകാൻ വേണ്ടി ശ്രമിക്കാത്ത കാലത്തോളം അവരൊരിക്കലും തന്നെ നന്നാവില്ല. മുസ്ലിം സമൂഹത്തിൽ പുനർവിചിന്തനത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാവേണ്ടിയിരിക്കുന്നു, സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ വളരെ ഖേദകരം പറയട്ടെ, നമ്മൾ ഇതുവരെ പുരോഗമനപരമായ ഉൽപ്പതിഷ്ണുക്കളായ സംഘടനകളെന്ന് പറയുന്ന ആ സംഘടനകൾ പോലും ഇപ്പോൾ ഇവരെ കൂടിയാണുള്ളത്. അവർക്ക് രാഷ്ട്രീയപരമായ താല്പര്യമാണ്. അതായത് ഈ മുനമ്പം വിഷയം വഖഫ് സ്വത്താണ് എന്ന് ഇവിടുത്തെ സംഘടനകൾ മിക്കവാറും എല്ലാവരും പറഞ്ഞു. ഞങ്ങളും പോയിട്ട് കൊടുത്തു കമ്മീഷന് മുമ്പേ. ഇവരാരും തന്നെ, ഈ മുസ്ലിം ലീഗും അവരുടെ കൂടെയുള്ളവരും ഈ മുനമ്പം വിഷയത്തിൽ ആ കമ്മീഷന് മുമ്പാകെ പോലും ഹാജരായിട്ട് കൊടുത്തില്ല, കള്ളാസ് കൊടുത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിലൊക്കെ തന്നെ വളരെ കാർക്കശ്യമുള്ളവരാ. അവർ അതായത് ഇസ്ലാമിക നിയമം, പ്രത്യേകിച്ചും ശരീഅത്ത് നിയമമൊക്കെ നടപ്പാക്കണം ആഗ്രഹിക്കുന്നവരാ. അവർക്ക് പോലും തന്നെ ഇവരുടെ കൂടെ ചേർന്നോടുകൂടി ഈ വിഷയം ഫാറൂഖ് കോളേജിൻ്റെ ഭൂമി വഖഫ് സ്വത്താണെന്ന് തുറന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തൊരവസ്ഥ വന്നു. ഇത് വളരെ വിനാശകരമായ ഒരവസ്ഥയാണ് സംഭവം. ഇതിനെതിരെ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം സമൂഹത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് ആ പാർട്ടിക്കകത്ത് തന്നെ ചില പുനർവിചിന്തനങ്ങളും ആഴത്തിലുള്ള പക്ഷേ പാർട്ടിക്കകത്ത് ഉമിത്തി കത്തുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറയെങ്കിലും അതിന് തയ്യാറാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ മുസ്ലിം ലീഗിനെതിരെ നിങ്ങൾ INL അതിശക്തമായി അവരുടെ കൊള്ളരുതായ്മകളെല്ലാം തന്നെ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ, പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനോടൊരു മൃദു സമീപനം LDFിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് LDF കൺവീനറായിരുന്ന EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല, അവരെടുക്കുന്ന നിലപാടുകൾ ശരിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു സോഫ്റ്റ് കോർണർ എടുത്തിരുന്നു. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുമില്ല, ലീഗിന് ഒരു ക്രെഡിബിലിറ്റി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം പരാമർശങ്ങളൊക്കെ LDFിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് CPMന്റെ നേതാക്കൾ നടത്തുന്നത്, അവർ ഈ വിഷയങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ട് വേണ്ടേ?
മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് CPM ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരും പറയാറില്ല. പക്ഷെ അവരൊരു സാമുദായിക പാർട്ടിയാണ്. സാമുദായിക പാർട്ടിയുടെ അതിൻ്റേതായ കുറേ വീക്ക്നെസ്സുകൾ, അതിൻ്റേതായ പോരിമകളൊക്കെ ഉണ്ടാകാം. 1948 രൂപീകരിക്കപ്പെട്ട മുസ്ലിം ലീഗ്, സ്വാതന്ത്ര്യം ശേഷം രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ 20 വർഷം രാഷ്ട്രീയ മൈതാനിൽ കൂടി അലയുകയായിരുന്നു. കോൺഗ്രസ് അസ്പർശരായിട്ട് അവർ മാറ്റി നിർത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് ചത്ത കുതിരയാണെന്നൊക്കെ പറയുന്നത്. ഇപ്പം അന്ന് CH പറഞ്ഞൊരു വാക്കുണ്ട്, ചത്ത കുതിരയല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്നൊക്കെ തന്നെ. അന്ന് കാമരാജ് അന്നത്തെ ഏറ്റവും വലിയൊരു നേതാവായിരുന്നു. മുസ്ലിം ലീഗിനെ ഏതെങ്കിലും തലത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറയാൻ വേണ്ടി അന്നത്തെ ACC പ്രസിഡന്റ് കൂടിയ കാമരാജിൻ്റെ അടുത്തേക്ക് അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവ് ഖൈദമലി ഇസ്മായിൽ സാഹിബ്, സ്ഥാപകൻ, പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ മുഴുവനും ഭരിക്കുകയാണ്, എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങളുടെ കയ്യിലാണ്, കേന്ദ്രഭരണം ഞങ്ങളുടെ കയ്യിലാണ്. അതേ സമയത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ ആകണമെന്നില്ല, ഒരു കാലം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ദുർബലമാകാൻ സാധ്യതയുണ്ട്, ഒരു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് കൈതമുല്ലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, വേറെ റാസാഖാൻ്റെ പ്രൈസ് ഫോർ ഫ്രീഡം എന്നുള്ള പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 48 മുതൽ 67 വരെ മുസ്ലിം ലീഗിനെ ഒരു മതേതര പാർട്ടിയായി കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. അതേ അവസരം CPM അപ്പോഴും തന്നെ ഇവരുമായി സഖ്യം കൂടാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷേ ഇവിടുത്തെ മതവിഭാഗം, പ്രത്യേകിച്ചും സുന്നികൾ അതിനെതിർത്തു. അതായത് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അമേരിക്ക വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം കമ്മ്യൂണിസ്റ്റ് CAയുടെ ചാരന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരിക്കലും തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരുമിച്ച് പോകാൻ പാടില്ല എന്ന്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സമസ്തയിൽ തന്നെ ഒരു വിഭാഗം ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്നുള്ള ഫത്വ വാങ്ങാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അന്ന് ബാഫക്കി തങ്ങളായിരുന്നു ആ ശ്രമത്തിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ അന്നത്തെ സദഖത്തുല്ലാ മൗലവി എന്ന് പറയുന്ന സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റ്, പ്രത്യേകിച്ചും ഫത്വ ഈ വിധി പറയുന്ന അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, എന്നും തന്നെ മുസ്ലിം ലീഗിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നമുക്ക് ഇതേ നിലപാടുണ്ടാവുമോ? മാറുന്ന കാലാവസ്ഥയിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കും? ഇപ്പോഴൊരു ഫത്വ ഇത് ഹറാമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുമാത്രമല്ല, പള്ളിയിൽ പോവുകയും നമസ്കരിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരെ നമ്മൾ ഏത് ഗണത്തിലാണ് പെടുത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മടക്കി അയച്ചു. പിന്നീട് നമ്മൾ കാണാം 60കളിൽ ഇതിൽ CH സ്പീക്കറാവുന്ന സമയത്ത് തൊപ്പി ഉരി വെക്കുന്നു, മുസ്ലിം ലീഗിൻ്റെ മെമ്പർ സ്ഥാനം പോകുന്നു. പിന്നീട് ഒരു ഇലക്ഷൻ വന്നു, അതിലാർക്കും ഭൂരിപക്ഷമില്ല. നിങ്ങൾ നോക്ക്, കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒരു യഥാർത്ഥ നിലയിലെത്തുന്നത് 1967 67ൻ്റെ പ്രത്യേകത, അന്നത്തെ സപ്തമുന്നണി ഗവൺമെൻറ് EMSൻ്റെ നേതൃത്വത്തിൽ CHനെയും അതുപോലെ തന്നെ അഹമ്മദ് കുട്ടി കുരിക്കളെയും തന്നെ മന്ത്രിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. 20 വർഷം ഈ രാഷ്ട്രീയ മാർക്കറ്റിൽ അലഞ്ഞിരുന്നതിന് ശേഷമാണ് മുസ്ലിം ലീഗിന് അഡ്രസ്സ് ഉണ്ടാകുന്നത്. പക്ഷേ കുറച്ച് നാൾ മാത്രമേ ഭരിച്ചുള്ളൂ. അപ്പോഴേക്കും കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് വന്നു, മുസ്ലിം ലീഗ് അങ്ങോട്ടേക്ക് പോയി. അന്നാണ് ഐക്യമുന്നണി ഉണ്ടാകുന്ന സംഭവം. അന്ന് ആദ്യമായിട്ട് സംഭവിച്ചത് ബാഫക്കി തങ്ങൾ നമ്മുടെ സഖാവ് C അച്യുതമേനോനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, അവസാനം മുസ്ലിം ലീഗ് ഇതൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ അന്നും തന്നെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തണമെന്നോ മുസ്ലിം ലീഗ് ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്നോ ഒരിക്കലും തന്നെ CPM കരുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഈ ഇടതു മുന്നണിയിലും വേണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഒരു മതേതര പാർട്ടിയാണ് എന്ന് ഇപ്പോഴത്തെ നേതാക്കന്മാർ പറയുന്നതും അതൊന്നൊരു തെറ്റായ കാര്യമല്ല. അവർ വർഗീയപരമായി അധികം ചിന്തിക്കില്ല, പക്ഷേ സാമുദായികപരമായി പള്ളിയിലൊക്കെ തന്നെ അവർ വോട്ടൊക്കെ പിടിക്കും. അത് വേറൊരു വശമാണ്. പള്ളിയാണ് അവരുടെ ആസ്ഥാനം. അതിന് കാരണം കേരളത്തിലെ മിക്കവാറും പള്ളികളുടെയും അതുപോലെ തന്നെ മദ്രസകളുടെയൊക്കെ സാരഥ്യം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അവർ നല്ല രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അതേ സമയത്ത് അവരൊരു മതേതര പാർട്ടിയാണ്, അവർ UDFൻ്റെ ശക്തിയാണ്, കോൺഗ്രസ് അവരില്ലെങ്കിൽ ഒറ്റപ്പെടുമെന്നൊക്കെ പറയുന്നതൊന്നും ഒരു വസ്തുതയാണ്. അതിലൊന്നും വല്ല തെറ്റൊന്നുമില്ല. ഇതിനെ പ്രീണനമായിട്ട് കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല.
മുസ്ലിം ലീഗിന് അല്ല, ഇടതുപക്ഷത്തിന് മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ ഭരിക്കാനൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പം 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നില്ലേ. ഇപ്പം ഇനിയും വരാൻ പോകുന്ന 3ാം പിണറായി ഗവൺമെൻറ്റും മുസ്ലിം ലീഗിൻ്റെ യാതൊരു സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ നിലക്ക. പിന്നെ അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ കുറേ മാറ്റമുണ്ടായിട്ടുണ്ട്. പണ്ടൊന്നും ചെറുപ്പക്കാർ ഈ CPM ആയിട്ട് അടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ SFIയിലൂടെ അതുപോലെ DYFയിലൂടെ എത്രയോ ചെറുപ്പക്കാർ മലപ്പുറത്തും ഇവിടെ കണ്ണൂരൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അതിനുള്ള അസ്പൃശ്യത മാറി. പിന്നീട് CPM ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്, അവർ നിരീശ്വരവാദികളാണെന്നൊക്കെയുള്ള ഒരു സിദ്ധാന്തം ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മതവിഭാഗമായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അത് എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യ വഴിയാണ് ആ പ്രചാരം ഇവിടെ കൂടുതൽ വന്നത്. സൗദി അറേബ്യ എപ്പോഴും തന്നെ അമേരിക്കയുടെ കീഴിലാണുള്ളത്. ചില പണ്ഡിതന്മാർ, ഞാൻ മനസ്സിലാക്കി, കമ്മ്യൂണിസത്തെക്കുറിച്ച് എഴുതിയ ചില പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവനും തന്നെ സലഫി പണ്ഡിതന്മാരാണ്. അത് ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ ഞങ്ങളെ രാഷ്ട്രീയമായിരുന്നില്ല, അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തതല്ലായിരുന്നു സംഭവം. പക്ഷേ ഇപ്പം അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ധാരാളം തന്നെ ഇടതുപക്ഷത്തേക്ക് വരികയും, ഈ CPM ഇടതുപക്ഷമാവുക CPM ആവുക രണ്ട് കാഴ്ചപ്പാടാണ്. ഞാനൊരു വലിയൊരു കാറ് വാങ്ങാൻ എനിക്ക് സൗകര്യമുണ്ടായിട്ടും ഞാനൊരു ചെറിയ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഒരു വലിയ കൊട്ടാരം എടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഞാനൊരു കൊട്ടാരം എടുക്കാതെ ഒരു സാമാന്യം മെച്ചപ്പെട്ട ചെറിയൊരു വീട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇടതുപക്ഷ കക്ഷക്കാരനാണ്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വിതരണത്തിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഒരു പുരോഗമന ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ വലിയ സമ്പന്നർ പോലും തന്നെ ഇടതുപക്ഷത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ എന്നും ഒരു പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നു, CPM നേതാക്കന്മാർ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, ഇവരുടെ പോരായ്മകളെക്കുറിച്ച്, പാർട്ടിയുടെ പോരായ്മകളെക്കുറിച്ച്, അതുപോലെ തന്നെ പാർട്ടി സംവിധാനത്തിൻ്റെ തകരാറുകളെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് ബോധമുണ്ട്. ഇവിടെ ജനാധിപത്യമൊന്നും പുലരുന്നില്ല. അല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നന്നായി ലീഗിനെതിരായ സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ നമുക്ക് കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള പറഞ്ഞത് കൊണ്ടൊന്നും ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗുകാരനെ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. പിന്നീട് അത് അവരുടെ സ്വഭാവമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകളാണെങ്കിൽ അവർ ഖുർആൻ തൊട്ടിട്ട് സത്യം ചെയ്യിപ്പിക്കൂ വീടുകളിൽ പോയിട്ട്. അതൊക്കെ ഒരു ഒരു സെക്യുലർ പാർട്ടിക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവർ വൃത്തികെട്ട കളി മുഴുവൻ കാണിക്കും സംഭവം. എനിക്ക് എൻ്റെ ഇരിക്കൂറിലൊക്കെ അവസ്ഥ അറിയാം, അവിടത്തെ അവസ്ഥ. കാരണം അവിടെയൊക്കെ ഒരു ന്യൂനപക്ഷം 100% മുസ്ലിങ്ങളൊരു പ്രദേശമാണല്ലോ. വളരെ വൃത്തികേടക്കൾ ഇവർ കാണിക്കും. ഖുർആൻ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കും. പിന്നെ വലിയ വലിയ വാഗ്ദാനം നൽകും. ഏണിക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. അത് സ്വർഗത്തിൽ പോകാനുള്ള വഴി ഈ ഏണിയാണ് എന്ന് പ്രസംഗിക്കുന്ന എത്രയോ പണ്ഡിതന്മാരുണ്ട്, ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ. ഗൾഫിൽ നിന്നാണ് ഇതൊക്കെ വരുന്ന സംഭവം. പക്ഷേ CPM യഥാർത്ഥത്തിൽ ആ നിലക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രീണന നയത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. അതേസമയം ഞങ്ങൾക്കൊക്കെ വേണ്ട എല്ലാ പരിഗണനയും അവർ നൽകാറുണ്ട്. ഏത് ഘട്ടത്തിലും തന്നെ ഞങ്ങളുടെ താഴേക്കിടയിൽ നമ്മുടെ പ്രവർത്തകർക്കും പരിഗണന നൽകാറുണ്ട്. ഇപ്പോൾ ഇനി ഇലക്ഷൻ വർഷമാണ് വരാൻ പോകുന്നത്. ദേശഭരണ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. INL ചേർത്ത് LDF മുന്നോട്ട് പോകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ്? LDF ഘടകകക്ഷിയല്ലേ, ഘടകകക്ഷിയാണ് എല്ലാ ഇതിലും. ഇപ്പം ഞാൻ കാണുന്നില്ല, ഇവിടെയൊക്കെ എല്ലാ പരിപാടിയിലൊക്കെ ഞങ്ങളുണ്ടല്ലോ. അയ്യലിനെ ചേർത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്, യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഞങ്ങളാണെങ്കിൽ അതിൽ 100% കമ്മിറ്റഡാണ്. LDFിൻ്റെ നയത്തിന് വിപരീതമായി ഞങ്ങൾക്കിത് നയമില്ല. അതേസമയം പാർട്ടിക്ക് ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയുകയും ചെയ്യും. ആ കാര്യത്തിലൊന്നും അവർ ഇടപെടാറുമില്ല. ഓരോ പാർട്ടിയുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈവൻ CPI ഒരു ഇടതുപക്ഷ പാർട്ടിയാണല്ലോ, പല വിഷയത്തിലും അവർക്ക് ഭിന്നമായൊരു അഭിപ്രായം ഉണ്ടാവും. അപ്പോഴാണ് ഒരു ജനാധിപത്യ പാർട്ടിയായിട്ട് മാറുന്നത്. ഒരു ജനാധിപത്യ മുന്നണിയാണല്ലോ ഇത്. ആ വിഷയത്തിലൊക്കെ CPM വളരെ എന്താണ് പറയുന്നത്, ആശ്രയിക്കാവുന്ന, വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജയിക്കാവുന്ന ഒരു സീറ്റ്, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് MLA ഉണ്ട് കോഴിക്കോട് നിന്ന്, കൂടുതൽ സീറ്റുകൾ ഇത്തവണ ആവശ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് സംഭവം. എല്ലാ പാർട്ടികളും തന്നെ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി, കൂടുതൽ സീറ്റിൽ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ മൊത്തത്തിൽ ഇടതുപക്ഷത്തിൻ്റെ
ഈ പ്രകടനമാണ് നമ്മൾ മനസ്സിൽ കാണുക എന്നുള്ളത്. കാരണം വീണ്ടും അധികാരത്തിൽ വരുന്നൊരു കാര്യം, വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ 3 സീറ്റിലാണ് മത്സരിച്ചത്. അവിടെ കോഴിക്കോട്, കാസർഗോഡ്, അതുപോലെ വള്ളിക്കുന്ന്. 2001 ഞാനിവിടെ കണ്ണൂരിൽ മത്സരിച്ചിരുന്നു. അന്നും കെ സുധാകരൻ തന്നെയായിരുന്നു എതിരാളി. എൻ്റെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ലാബിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നതായിരുന്നു. ഒറ്റക്ക് മത്സരിച്ചു എന്ന് വെച്ചാൽ 2005 അല്ല 1995 ഇവിടെ മത്സരിച്ചു. അന്ന് ഇത്ര 6000-ലധികം വോട്ട് കിട്ടിയെന്ന് തോന്നുന്നു സംഭവം. പാർട്ടി രൂപീകരിച്ച ഉടനെ തന്നെയാണ്. പിന്നെ അന്നൊന്നും ഞാൻ 2001 മത്സരിക്കുന്ന സമയത്തൊന്നും തന്നെ ഘടകകക്ഷിയല്ല, പുറത്തുനിന്ന് പിന്തുണ. പക്ഷേ അന്നൊക്കെ തന്നെ നമുക്കൊരു ഘടകകക്ഷിയുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ പരിഗണനയും തന്നിരുന്നു. ഞങ്ങൾ ഒരിക്കലും തന്നെ മറക്കുന്നില്ല. പിന്നെ ഒരു 25 വർഷം ഒരു പാർട്ടി അൺകണ്ടീഷണൽ സപ്പോർട്ട് എന്നും പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുന്നത് ഏത് പാർട്ടിനെയാണ് കിട്ടുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രൂപീകരണം മുതൽ അൺകണ്ടീഷണൽ സപ്പോർട്ടാണ്. അതിലെന്തെങ്കിലും ഞങ്ങൾ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, അങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ അതൊക്കെ തന്നെ പരിഹരിക്കും. കാരണം ഇബ്രാഹിം സുലൈമാൻ സേട്ട് അന്ന് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് നിങ്ങളെ MLA ആക്കാമെന്നോ മന്ത്രിയാക്കാമെന്നോ പറഞ്ഞിട്ടല്ല ഞങ്ങളെ ഇത് വന്നത്. അദ്ദേഹം പറഞ്ഞു നമ്മളൊരു ആദർശത്തിൻ്റെ പാതയില്ല, ഇനി കോൺഗ്രസിനെ വിശ്വസിച്ചിട്ട് ഫലമില്ല, കോൺഗ്രസ് അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് മുസ്ലിം ലീഗാണ്. ഞാൻ എൻ്റെ രക്തവും എൻ്റെ വിയർപ്പൊക്കെ കൊടുത്തിട്ടാണ് ഇത് കെട്ടിപ്പടുത്തത് കഴിഞ്ഞ 10-60 വർഷക്കാലം. അദ്ദേഹം പറഞ്ഞത് ദേശീയ രാഷ്ട്രീയം ഒരു നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ എന്നെ വഞ്ചിച്ചു, മുസ്ലിം സമൂഹത്തെ വഞ്ചിച്ചു, മതേതരത്വത്തെ വഞ്ചിച്ചു. അതുകൊണ്ടാണ് മൂപ്പര് വളരെ കണ്ണീരോടുകൂടി പറഞ്ഞത്, ഐ ഹാവ് ഗിവൺ മൈ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ദിസ് പാർട്ടി ബട്ട് ദിസ് പാർട്ടി ഹാസ് ചീറ്റഡ് മീ. ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ആരെയിലെ ചരട് പാമ്പാണെന്നുള്ള ഈ പാർട്ടി എന്നെ വഞ്ചിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിക്കാരനും കൊണ്ട് നമ്മുടെ പതാക മേലോട്ടേക്ക് ഉയർത്തുന്നത്. പക്ഷെ അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ ഒന്നിച്ച് നിന്ന പലരും ഇന്ന് ലീഗിനൊപ്പം പോയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അതായത് ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ കൂടെ വന്നാൽ മറ്റൊരു കുഞ്ഞാലിക്കുട്ടിയാകാമെന്ന് വിചാരിച്ചവർ ധാരാളം വന്നിട്ടുണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആദർശത്തിലേക്ക് കടന്നു വരിക എന്നൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാനന്ന് യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു തുടക്കത്തിലൊക്കെ, 10-30 വർഷക്കാലം. ഞാൻ അതിനു മുമ്പ് ഇത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനീറിനോടൊപ്പമുള്ള ടീമിലുണ്ടായിരുന്നു സംഭവം. ഈ PMS സലാം, എന്നെ നെല്ലിക്കുന്ന്, ഇവരൊക്കെ INL വിട്ട് ലീഗിലേക്ക് പോകുമെന്ന് നിങ്ങളെ പോലുള്ള ആളുകൾ ചിന്തിച്ചിരുന്നു? കാരണം അവരുടെ പ്രസംഗങ്ങളും ഒക്കെ പ്രവർത്തനങ്ങളും ഒക്കെ ആ രീതിയിലായിരുന്നല്ലോ. അതായത് PMS സലാം യഥാർത്ഥത്തിൽ നല്ലൊരു പഠിച്ച രാഷ്ട്രീയക്കാരനാണ്. മൂപ്പര് യഥാർത്ഥത്തിൽ ഞങ്ങളെ സംഘടനാപരമായി നമുക്ക് ചില കോൺട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട് സംഭവം. പക്ഷേ അവരെല്ലാം തന്നെ അധികാരം മുന്നിൽ വെച്ചിട്ടാണ് കളിച്ചത്. അതായത് ഒരു MLA ആവുക, മന്ത്രിയാവുക എന്നൊക്കെ തന്നെ അവരുടെ ലക്ഷ്യം. അവസാനം 2006 അദ്ദേഹം ജയിച്ചു, MLA ആയി. 10-15,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കോഴിക്കോട് 2ാം മണ്ഡലത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അതിൽ യഥാർത്ഥത്തിൽ CPM-ൻ്റെ അതുപോലെ CPI-ൻ്റെ ഒക്കെ വോട്ട് നിർണായകമായിരുന്നു ആ ജയത്തിൽ. അന്ന് VS അച്യുതാനന്ദൻ സഖാവ് 99 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി 99 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നു. ഇദ്ദേഹത്തിന് മന്ത്രിയാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളെ പാർട്ടിയിൽ നിന്ന് പോകാൻ കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ മന്ത്രി സ്വപ്നം പോകണമെന്നില്ല. രണ്ടാമതായി അറിയാം, അദ്ദേഹം വീണ്ടും കോഴിക്കോട് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല. കാരണം അത്ര നല്ല പെർഫോമൻസ് ഒന്നുമല്ല അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പച്ചപ്പ് തേടി അപ്പുറത്തേക്ക് പോയത്. പിന്നെ അദ്ദേഹം മലപ്പുറത്താണ് താമസിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടീനെ പോലുള്ളവരുടെ സദാ പ്രഷറിലും സമ്മർദ്ദത്തിലുമൊക്കെ ആയിരിക്കാം അദ്ദേഹം പോയപ്പോൾ തന്നെ അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിങ്ങൾ നോക്ക്, മുസ്ലിം ലീഗിൽ എത്രയോ വർഷത്തെ പാരമ്പര്യമുള്ള നേതാക്കന്മാരൊക്കെ മാറ്റി നിർത്തിയും കൊണ്ടാണ് ഇദ്ദേഹം ഒരു വിങ്ങിൻ്റെ ക്യാപ്റ്റനായി മുന്നോട്ടേക്ക് പോകുന്നത്. കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള മാത്രം അതിൽ അടുപ്പം തന്നെയാണ് അതിന് പ്രധാന കാരണം, യാതൊരു സംശയവുമില്ല. ഇവരൊക്കെ പോയത് യഥാർത്ഥത്തിൽ ഇവരൊന്നും തന്നെ സേട്ടു സാഹിബിൻ്റെ ആദർശത്തെ ഉൾക്കൊണ്ടവരല്ല, പൂർണ്ണമായി ഉൾക്കൊണ്ടവരല്ല. അതിന് കുറച്ച് ത്യാഗമനസ്ഥിതി വേണം, കുറച്ച് നല്ല മനസ്സും വേണം. ത്യാഗമനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും INL ആ പാർട്ടി നിന്നുകൊണ്ട് സംസ്ഥാനത്തൊരു മന്ത്രി ഉണ്ടായി. അത് ഒരു നേട്ടം തന്നെ. നേട്ടം മാത്രമല്ല, അത് അന്ന് ഞങ്ങളോട് ബഹുമാനപ്പെട്ട ഇവരുടെ LDF-ൻ്റെ നേതാക്കന്മാർ പറഞ്ഞു 2.5 വർഷത്തേക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം പുതുതായിട്ട് കിട്ടുന്ന ഒരു മന്ത്രിസ്ഥാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു പരീക്ഷണം കൂടിയാണ് സംഭവം. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളോട് പറഞ്ഞു തുറമുഖ വകുപ്പാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 2.5 വർഷം കഴിഞ്ഞാൽ മാറണമല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായൊരു ന്യൂനപക്ഷ
വിഭാഗത്തിലുള്ള മന്ത്രി എന്ന നിലക്ക് വഖഫും മജൊക്കെ ആവശ്യപ്പെടായിരുന്നു. പക്ഷേ വീണ്ടും ആരിലേക്കാണ് മാറിപ്പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളത് ഏറ്റെടുത്തു. ഞങ്ങൾ ആകെ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു ഇസ്സത്തിൻ്റെ പ്രശ്നം, അന്തസ്സിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മറ്റേ സിനിമാ സംവിധായകൻ നിഷാദ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ടേ, മനോഹരമായ കാഴ്ചയാണ്. അദ്ദേഹം അന്ന് ഒരു ഏഷ്യാനെറ്റിന് ഞാൻ തോന്നുന്നു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി, ഈ പാർട്ടിയെ ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തന്നെ അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെ 25 വർഷമൊക്കെ ക്ഷമിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ക്ഷമാശീലം വേണമെന്നല്ലൊക്കെ. പക്ഷേ ആ 2.5 വർഷം കിട്ടിയപ്പോൾ ആ വകുപ്പ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി ഈ 4-ാം തീയതി കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് തങ്ക ലിപികളിൽ എഴുതി വെക്കേണ്ട പേര് ഞങ്ങളുടെ മന്ത്രിൻ്റെ പേരാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കുന്ന സമയത്ത് ഒന്നുമായിരുന്നില്ല. അവരെന്നെ നമ്മളോട് പറഞ്ഞു, ഒരു അൾട്ടിമേറ്റ് എന്താണെന്ന്, ഇത്ര മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചിലത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ അതിൻ്റേതായ ഒരു ടീമിനെ ഉണ്ടാക്കി, ദൈനംദിന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കാറ്. സംഭവം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി 2 വർഷം കൊണ്ട് അത് പൂർത്തിയായ സംഭവം. മന്ത്രി ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ കപ്പലൊക്കെ അവിടെ വന്നിട്ട് എല്ലാം ഇത് ചെയ്തിരുന്നു സംഭവം. ഇനി അതിൻ്റെ വികസനത്തിൻ്റെ ബാധ്യത. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹബ്ബായിട്ട് മാറുകയാണ് ഇപ്പം വിഴിഞ്ഞം. നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം എത്രയാണെന്ന് ഇപ്പം തന്നെ പറഞ്ഞ് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്ര വലിയ വരുമാനം കിട്ടാൻ പോവുകയാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെ. വലിയ നേട്ടം. വീണ്ടും ഈ കേരളത്തിൽ കഴിഞ്ഞ 2 ടേം LDF-ന്റെ ഭരണം വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. മൂന്നാമതും LDF എന്ന് പറയുമ്പോൾ വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നാണോ INL പോലുള്ള പാർട്ടികൾ? പിണറായി തന്നെ ആവുന്നതാണോ? യാതൊരു സംശയമില്ല. പിണറായി സഖാവ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ചരിത്രം സൃഷ്ടിച്ചൊരു വലിയൊരു മനുഷ്യനാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതും, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി നിലക്കായിരിക്കാം, ഈ പ്രായത്തിലും അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ പോലെ, യുവാവായ ഒരു മന്ത്രിയെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഒന്ന് സ്വപ്നം കാണാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അബുൽ കലാം നമ്മുടെ പിന്നെ കലാമിനുണ്ടായിരുന്നത് പോലെ അദ്ദേഹം സ്വപ്നം കാണുന്നതായിരുന്നു. കുട്ടികളോട് സ്വപ്നം കാണാൻ പറയുമായിരുന്നു. അതായത് നമ്മുടെ വീതി കൂടിയ 6 വരി പാതകൾ, നമ്മുടെ മെട്രോ, നമ്മുടെ മലയോര ഹൈവേ, അതുപോലെ തന്നെ നമ്മുടെ വേറെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും ഒരു വലിയൊരു കഴിവ് വേണ്ടേ? ഇതിന് മുമ്പ് കുറേ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടില്ലേ? അവർക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ പറ്റിയില്ല? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പിന്നീട് ഒരു പുതിയൊരു ആശയം ആര് മുന്നോട്ട് വെച്ചാലും അത് സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടല്ലോ, അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് തരണം ചെയ്യാനുള്ള ഇച്ഛാശക്തി, ഇതൊന്നും ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയ സ്ഥലത്ത് കേരളത്തിലെ മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ഇതൊന്നുമില്ല. ഒരു വട്ടം കൂടി പിണറായി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ വിദേശത്തൊക്കെ പോയാളെ മനസ്സിലാകുന്നത് നമ്മൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ദുബായിയുടെ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുക. അതായത് സിംഗപ്പൂരിൻ്റെയും അതുപോലെ തന്നെ ജാപ്പാൻ്റെയും ജീവിത നിലവാരമാണ് നമ്മുടേതെന്ന് പറയുന്നു. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് വിദ്യാർത്ഥിനികൾ കേരളത്തെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കണ്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞു, വി കോണ്ട് ഇമാജിൻ ഇൻ അവർ കൺട്രി, ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, വളരെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കെട്ടിടങ്ങളുടെ ഗാംഭീര്യം എന്താണ് സംഭവം. ഇതൊക്കെ ഈ കിഫി എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ കൊണ്ട് കെട്ടിപ്പടുത്തതാ. നമ്മുടെ ധർമാശുപത്രികളൊക്കെ തന്നെ എന്തുമാത്രം സ്പെഷ്യലൈസ്ഡാണ് ഇപ്പോൾ. പിന്നെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിരിക്കുന്നത്. പട്ടിണിയുള്ളവരാരുമില്ല. ഇപ്പം ഞാൻ പറയാറുണ്ട്, പണ്ട് വീടുകളിൽ തന്നെ ചർച്ച ചെയ്ത് ഭക്ഷണത്തിനുള്ള സാധനമാണ്. ഇപ്പം അവിടെ കാര്യമായ ചർച്ച നടക്കുന്നത് പ്രത്യേകിച്ച് യുവതികൾ പുഡിങ്ങിനെ കുറിച്ചിട്ടാണ്. ഏത് തരത്തിലുള്ള ഡെസേർട്ട്, ഏത് തരത്തിലുള്ള പുഡിങ് ഉണ്ടാക്കണമെന്നതിനെ കുറിച്ചിട്ടാണ്. ആ നിലക്ക് ജീവിത നിലവാരം വളരെ കൂടിയിട്ടുണ്ട്, അത് സംശയമില്ല. ഇതൊക്കെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്. ഇതിനെ തള്ളിപ്പറയാന്നുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ്, എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, രാഷ്ട്രീയക്കാരനാണ്, ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്, മാധ്യമപ്രവർത്തകനാണ്. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ VD സതീശൻ എന്ന് ഞാൻ പറയും, യാതൊരു സംശയവുമില്ല. അതായത് അല്പമെങ്കിലും തന്നെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു ഗവൺമെൻറ്റിനെ കാണണം. പിന്നീട് ഇദ്ദേഹം രാവിലെ തന്നെ ഈ ഒരുങ്ങി വരുന്നത് ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്, CPM കുറ്റം പറയാൻ വേണ്ട. അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതിന് മുമ്പ് കുറേ CPM അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ചെറുപ്പക്കാരായ കുറേ നേതാക്കന്മാർ ഉമ്മൻചാണ്ടിൻ്റെ മകനോട് ചോദിച്ചു, നിങ്ങൾ ഈ കാലത്ത് ഏറ്റവും നല്ല മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു സഖാവ് പിണറായി വിജയനാണ്.
അവൻ്റെ അച്ഛനെ അറിയാത്തത് കൊണ്ടല്ല അവർ. ആ സഖാവ് പിണറായി വിജയനെതിരെ തോന്നിയത് പറയുക, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് പോറലേൽപ്പിക്കുന്ന കുറേ കള്ളക്കഥകൾ മെനയുക. ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന് കൂട്ടുന്നത് എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്ത മാധ്യമങ്ങളാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ 10-30 വർഷക്കാലം. മാധ്യമങ്ങൾക്ക് വന്ന അപജയമുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഫീൽഡിൽ എന്തായിരുന്നു വെറുതെ ഞാൻ എൻ്റെ 30 വർഷം കളഞ്ഞു കുളിച്ചതെന്ന് പലപ്പോഴും തന്നെ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ എന്നാലും അതിനിടയിൽ ചിലതെങ്കിലും എന്താണ് പറയുന്നത്, ഈ മിനിങ്ങൻ്റെ നല്ല വെട്ടമായിട്ട് ചില നിഷ്പക്ഷ മാധ്യമങ്ങളൊക്കെ ഉണ്ട് എന്നത് മാത്രമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പത്രം എന്ന നിലക്ക് ഹിന്ദു വായിക്കാതെ ഒരു സമാധാനം കിട്ടാറില്ല. അതിന് മാത്രമാണ് കേരളത്തിലെ വാർത്ത. അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസ്. എന്നിട്ട് അവൻ്റെ അമ്മേനെ ഇവിടത്തേക്ക് വന്ന് മത്സരിപ്പിച്ചല്ലോ. അന്ന് എന്തായിരുന്നു നമ്മുടെ പത്രങ്ങളൊക്കെ കൊടുത്തത്? എനിക്കറിയാം, അന്ന് ഞാൻ വർക്ക് ചെയ്ത പത്രമൊക്കെ എത്ര ദിവസമാണ് കൊടുത്തത്. ആ 2 പെൺകുട്ടികളുടെ പേരിൽ ഇത്ര കണ്ണീരാണ് ഒഴിച്ചത്. ആ തല മൊട്ടയടിച്ച അമ്മക്ക് വേണ്ടി എന്തെല്ലാം പടങ്ങളാണ് ഇതാക്കിയത്. പക്ഷേ ഈ അമ്മയും അച്ഛനും കൂടിയാണ് ഈ 2 കുട്ടികളെ ഈ വിധത്തിലാക്കിയെന്ന് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമായിരുന്നു, കയ്യും പൊക്കിയിട്ടുകൊണ്ട്. ഒരൊറ്റ പത്രങ്ങളും വാർത്ത കൊടുത്തില്ല. പിന്നീട് അതിൻ്റെ വാർത്ത വായിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും തന്നെ ഹിന്ദു വായിക്കേണ്ടി, ഹിന്ദുവിൽ മാത്രം വാർത്ത വന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ മാധ്യമ സംസ്കാരം എന്തുമാത്രം അധപ്പതിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ ഈ തരത്തിലുള്ളൊരു പുനർചിന്തനം നമ്മുടെ ഭാഗത്തുനിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. സംഭവം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വിഷ്വൽ മീഡിയയാണ് ഈ കൂടി കുറച്ചും കൂടി ഒരു സംവാദാത്മകമായ ആർഗ്യുമെൻറ്റേറ്റീവ് ടെൻഡൻസി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും 2 വശങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് പുതുതായിട്ട് വിവരമുള്ള കുറച്ച് പത്രക്കാർ മീഡിയക്കാർ വന്നതാണ് ഈ കാരണം. ഞാൻ ആൾ പേര് പറയുന്നില്ല, അവരാണ് അതിന് കാരണം തന്നെ. 2 വശങ്ങളും തന്നെ അവതരിപ്പിക്കുന്നവരുടെ ശൈലി സംഭവം. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. വീണ്ടും ഒരു LDF സർക്കാർ എന്ന് LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതിനവർ പറയുന്ന കാരണങ്ങൾ കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ്. പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നാൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് LDFിൻ്റെ നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട്. വീണ്ടും LDF സർക്കാർ എന്ന് അവർക്ക് ആത്മധൈര്യത്തോടെ പറയാൻ കഴിയുന്നത് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ നമ്മൾ പ്രധാനമായും ഈ ആഴ്ച ചർച്ച ചെയ്തത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം എണ്ണി പറഞ്ഞിട്ടുണ്ട്. മുനമ്പം മുതൽ ഇങ്ങ് തളിപ്പറമ്പിൽ വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇനി ഈ കാര്യത്തിൽ എന്താണ് മറുപടി നൽകുക? ഇതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. INLനെ സംബന്ധിച്ചിടത്തോളം, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശം മുന്നിൽ വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന അവരുടെ നേതാവ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ആദർശ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ആദർശം വിട്ട് ഒരു പരിപാടിയും ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിന് ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് INLന്റെ ഇപ്പോഴത്തെ നേതാക്കളെയും നയിക്കുന്നത്. ഒന്നും കണ്ടല്ല അവർ ഈ പാർട്ടിയിൽ ഇങ്ങനെ 10-30 വർഷക്കാലം നിന്നത്. അതിന് അവർക്ക് LDF കൊടുത്ത അംഗീകാരമാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ ഈ 2ാം പിണറായി സർക്കാരിലെ 2.5 വർഷക്കാലത്തെ മന്ത്രിസ്ഥാനം. അടുത്ത ഒരു LDF സർക്കാർ വരുമ്പോൾ വീണ്ടും മന്ത്രിസ്ഥാനം അവർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. എന്തായാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകിയ കാസിം ഇരിക്കൂർ INLന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നമുക്ക് ആഗ്രഹിക്കാം അദ്ദേഹവും അടുത്ത നിയമസഭയിൽ ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിനും ഒരു നല്ല ഉറച്ച സീറ്റ് LDF നൽകട്ടെ, അദ്ദേഹവും ഒരു മന്ത്രിയായൊക്കെ തിളങ്ങട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഈ ഘട്ടത്തിൽ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു അതിഥിയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം.